എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നല്ല ഐക്കൂറ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ഐക്കൂറാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉണക്കമുളക് ചതച്ചിട്ട് അതിൽ മസാലയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഉള്ളി, വേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും മീൻ മസാലക്ക്. അപ്പോൾ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ വറുത്ത് കഴിയേ വേണ്ടൂ. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ നല്ല ചൂടോടെ തന്നെ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ പരിപ്പ് കറി വെച്ച് കൊടുക്കാം. പരിപ്പിൽ ക്യാരറ്റും പിന്നെ അതുപോലെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് നല്ല സ്പെഷ്യലായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാണ്. പരിപ്പ് കറി മീൻ വറുത്ത് നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ സംഭവം ഉഷാറാവും. പിന്നെ അതുപോലെ തന്നെ കൂടെ സൈഡായിട്ട് കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കച്ചമ്പർ എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ പരിപ്പ് കറിയുടെ കൂടെ മീൻ വറുത്തതുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഉണക്കമീനാണെങ്കിലും ഏറ്റവും നല്ല അടിപൊളി കോമ്പിനേഷനാണ് പരിപ്പ് കറി മീൻ വറുത്തതും. അപ്പോൾ അതിൻ്റെ കൂടെ തൈരും ഉണ്ട്. അപ്പോൾ നമ്മളെ മീൻ വറുത്തെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം. അപ്പോൾ ഇന്ന് മീൻ വറുത്ത് എങ്ങനെയായിട്ട് നോക്കാം കേട്ടോ. അധികം മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. അതിന് പകരമാണ് ഉണക്കമുളക് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ കുറച്ച് ജീരകം. സംഭവം അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല വെളിച്ചെണ്ണയിൽ തവ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. ആദ്യം ആ പരിപ്പ് കറിയും ചോറും കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ ചോറും പരിപ്പും മാത്രം കൂട്ടി കുഴച്ച് കഴിക്കുമ്പോഴാണ് ആ പരിപ്പ് കറിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറും പരിപ്പും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പരിപ്പ് കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുപോലെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റും മല്ലിയിലൊക്കെ കുറച്ച് അധികം ഇട്ടിട്ട് ഉണ്ടാക്കണതാണ്. ഇനി നമുക്ക് ആ മീൻ വറുത്തതിൻ്റെ ആ മസാല ഉണ്ടല്ലോ, ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ആ മീൻ വറുത്തതിന് ഒരു പീസ് എടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ഫ്രഷ് ആയിക്കൂറായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2 പീസാണ് വാങ്ങിയത്. 2 പീസ് ഇത്ര 1 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇനി നമുക്ക് കഴിച്ച് നോക്കിയാലോ. നല്ല ചൂടാണ് ചോറാണെങ്കിലും കറിയാണെങ്കിലും. ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഐക്കൂറ വറുത്തതും പരിപ്പ് കറിയും ആ കച്ചുംബറൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും തൂണ് നല്ല അടിപൊളിയായി. ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് കിച്ചണിലേക്ക് കയറിയിട്ട് നല്ല ചൂടോടെ തന്നെ കറികളും പിന്നെ അതുപോലെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ആ സ്പോട്ടിൽ കഴിക്കുകയാണ്. സാധാരണ ഡ്യൂട്ടിയൊക്കെ പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി തലേന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുപോയി കഴിക്കലാണ്. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം ആകുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കൽ. പ്രത്യേകിച്ച് നല്ല ഫ്രഷ് മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സൈഡായിട്ട് മോരോ അല്ലെങ്കിൽ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കലാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇന്നത്തെ ഫുഡ് കഴിച്ചോ? നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ പരിപ്പ് കറിയുടെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഉണക്കമീനാണോ അതോ മീൻ വറുത്താണോ പപ്പടാണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.